അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 14ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 7 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അൽ വഹദത്തു റാബിഅത്ത അഷർ 14ാമത്തെ പാഠം വ അൻകിഹുൽ അയ്യാമ മിൻകും. ആദ്യത്തെ പാരഗ്രാഫ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് 3 ആളുകൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. തുടർന്ന് അവരിൽ ഒരാൾ പറഞ്ഞു, ഞാൻ രാത്രി മുഴുവൻ നിസ്കരിക്കും. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കും. മൂന്നാമൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കില്ല. അവരുടെ സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയാനിടയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള വ്യക്തി. ഞാൻ നോമ്പെടുക്കുകയും ചിലപ്പോൾ നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുന്നു. രാത്രി നിസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നു. സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. എൻ്റെ ചര്യയെ വിട്ട് ചിന്തിക്കുന്നവർ എൻ്റെ മാർഗത്തിലല്ല. വിവാഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കുക, ഹറാമായ ബന്ധങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ തെറ്റുകളിൽ നിന്ന് അത് തടയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിവാഹച്ചിലവിന് കഴിയുന്നവൻ വിവാഹം കഴിക്കട്ടെ. അത് കണ്ണിനും ജനനേന്ദ്രിയത്തിനും തെറ്റുകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. ചെലവ് കൊടുക്കാൻ കഴിയുന്ന വിവാഹത്തിന് താല്പര്യമുള്ള പുരുഷനും ചെലവിന് ആവശ്യമുള്ള വിവാഹത്തിന് താല്പര്യമുള്ള സ്ത്രീക്കും വിവാഹം സുന്നത്താണ്. നിക്കാഹിന് 5 റുക്നുകളുണ്ട്. ഭർത്താവ്, ഭാര്യ, രക്ഷിതാവ്, 2 സാക്ഷികൾ, ഈജാബും കബൂലും എന്നിവയാണവ. മകളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ സവ്വജ്തുക ബിന്തി എന്നതാണ് ഈജാബിൻ്റെ വാചകം. ഖബിൽതു നിക്കാഹഹ എന്നതാണ് കബൂലിൻ്റെ വാചകം. വിവാഹത്തോടെ ഭാര്യയുടെ ഉമ്മയും മരുമകനും ഭർത്താവിൻ്റെ ഉപ്പയും മരുമകളും മഹറമായി തീരും. ദീനും സൽസ്വഭാവവുമുള്ള ഇണയെ തിരഞ്ഞെടുക്കുക. വധൂവരന്മാർ പരസ്പരം കാണുക. നിക്കാഹ് മസ്ജിദിൽ വെച്ചാവുക. വെള്ളിയാഴ്ച രാവിലെയാവുക. ഷവ്വാൽ മാസത്തിലാവുക. നിക്കാഹ് വേളയിൽ മഹ്ർ പറയുക. വധുവരന്മാർക്ക് വേണ്ടി ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന് ദുആ ചെയ്യുക. നിക്കാഹിന് ശേഷം വലീമത്ത് നൽകുക തുടങ്ങിയവ വിവാഹത്തിൻ്റെ സുന്നത്തുകളാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള കടമകൾ നിർവഹിച്ച് സ്നേഹത്തോടെയും പൊരുത്തത്തോടെയും ജീവിക്കണം. പിണക്കമുണ്ടായാൽ ഉപദേശിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും വേണം. ഒരുമിച്ച് ജീവിക്കൽ പ്രയാസമാണെങ്കിൽ ത്വലാഖ് ചൊല്ലാവുന്നതാണ്. ത്വലാഖ് അല്ലാഹു തആല ഏറ്റവും നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ ത്വലാഖ് സംഭവിക്കും. തമാശയായോ ലഹരിയിലായോ പറഞ്ഞാലും ത്വലാഖാകും. ഹൈലിൻ്റെയും നിഫാസിൻ്റെയും സമയത്തും ഭാര്യാഭർത്തൃ സംസർഗം നടന്ന ശുദ്ധി സമയത്തും ത്വലാഖ് ചൊല്ലൽ ഹറാമാണ്. 3 ത്വലാഖാനുള്ളത്. 1 or 2 ത്വലാഖ് ചൊല്ലിയാൽ ഇത് കഴിയുന്നതിന് മുമ്പ് തിരിച്ചെടുക്കാവുന്നതാണ്. റാജഅതു സൗജത്തി ഇലാ നിക്കാഹി, എൻ്റെ ഭാര്യയെ ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. പുതിയ നിക്കാഹ് ചെയ്യേണ്ടതില്ല. എന്നാൽ ഇദ്ദ കഴിഞ്ഞവളെയും 3 ത്വലാഖ് ചൊല്ലിയവളെയും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇദ്ദ കഴിഞ്ഞവളെ പുതിയ നിക്കാഹ് ചെയ്യണം. മറ്റൊരാളുടെ നിക്കാഹ് കഴിഞ്ഞ് സംസർഗശേഷം അയാൾ ത്വലാഖ് ചൊല്ലി ഇദ്ദ കഴിഞ്ഞാൽ മാത്രമേ 3 ത്വലാഖ് ചൊല്ലിയവളെ ആദ്യ ഭർത്താവിന് വീണ്ടും നിക്കാഹ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഖുൽഅ് ചെയ്തും വിവാഹമോചനം നേടാം. പ്രതിഫലം നൽകി ത്വലാഖ് വാങ്ങുന്നതാണ് ഖുൽഅ്. ഇതനുസരിച്ച് ഭാര്യയുടെ പ്രതിഫലം സ്വീകരിച്ച് ഭർത്താവ് ത്വലാഖ് ചൊല്ലിയാൽ ഭാര്യ ഭർത്തൃബന്ധം വേർപിരിയുന്നതാണ്. ഫസ്ഖിലൂടെയും വിവാഹമോചനം നേടാം. ചെലവ് കൊടുക്കാൻ കഴിയാത്ത വിധം പാപ്പരായ ഭർത്താവിനെ ഭാര്യയ്ക്ക് ഫസ്ഖ് ചെയ്യാവുന്നതാണ്. വിവാഹ സമയത്ത് നിബന്ധന വെച്ച സൗന്ദര്യം, പ്രായം പോലുള്ള കാര്യങ്ങളിൽ നിബന്ധനയ്ക്ക് എതിര് സംഭവിക്കുക, ഭ്രാന്ത്,
വെള്ളപ്പാണ്ട്, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾ, വിവാഹ സമയത്ത് തന്നെയുള്ള ആളാവുക തുടങ്ങിയവയും ഫസ്ഖിന്റെ കാരണങ്ങളാണ്. ഭർത്താവുമായി വേർപിരിഞ്ഞ സ്ത്രീ ഇദ്ദ ആചരിക്കണം. ഹൈലുള്ളവളാണെങ്കിൽ 3 ശുദ്ധിക്കാലവും ഇല്ലാത്തവളാണെങ്കിൽ 3 മാസവുമാണ് ഇദ്ദയുടെ കാലം. പ്രസവത്തോടെ ഗർഭിണിയുടെ ഇദ്ദ കഴിയും. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഇദ്ദ 4 മാസവും 10 ദിവസവുമാണ്. അവൾ ഗർഭിണിയാണെങ്കിൽ പ്രസവത്തോടെ ഇദ്ദ കഴിയും. സുഗന്ധം പൂശുക, ഭംഗിയുള്ള വസ്ത്രമണിയുക, ആഭരണം ധരിക്കുക, തലയിൽ എണ്ണ തേക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ ഇദ്ദയിൽ നിഷിദ്ധമാണ്. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നസിൽ യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. 1. റാജഅതു സൗജത്തി ഇലാ നിക്കാഹി. 2. ബാറക്കല്ലാഹു ലക്കുമാ. 3. ഖബിൽതു നിക്കാഹഹാ. 4. സവ്വജതുക ബിന്തി. എ. മകളുടെ നിക്കാഹിലെ ഈജാബ്. ബി. നിക്കാഹിലെ കബൂൽ. സി. ഭാര്യയെ തിരിച്ചെടുക്കൽ. ഡി. വധൂവരന്മാർക്കുള്ള ദുആ. ഓരോന്നിനും യോജിച്ച ലെറ്റർ അതിന് നേരെ എഴുതണം. 1. റാജഅതു സൗജത്തി ഇലാ നിക്കാഹി. അതിന് ശേഷം ഓപ്ഷൻ സി, ഭാര്യയെ തിരിച്ചെടുക്കൽ. 2. ബാറക്കല്ലാഹു ലക്കുമാ. അതിന് ശേഷം ഓപ്ഷൻ ഡി, വധൂവരന്മാർക്കുള്ള ദുആ. 3. ഖബിൽതു നിക്കാഹഹാ. ശരിയുത്തരം ബി, നിക്കാഹിലെ കബൂൽ. 4. സവ്വജതുക ബിന്തി. അതിന് ശേഷം ഓപ്ഷൻ എ, മകളുടെ നിക്കാഹിലെ ഈജാബ്. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുക്കമ്മിൽ, വിട്ടഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. നിക്കാഹ് ഡാഷ് ദിവസം രാവിലെയാവൽ സുന്നത്താണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് വെള്ളിയാഴ്ച. നിക്കാഹ് വെള്ളിയാഴ്ച ദിവസം രാവിലെയാവൽ സുന്നത്താണ്. 2. തൊലാഖ് അല്ലാഹു തആല ഏറ്റവും ഡാഷ് കാര്യമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് നിരുത്സാഹപ്പെടുത്തിയ. തൊലാഖ് അല്ലാഹു തആല ഏറ്റവും നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. അടുത്ത പേജ് നോക്കൂ. 3. പ്രതിഫലം നൽകി ഡാഷ് വാങ്ങലാണ് ഖുൽ. അവിടെ പൂരിപ്പിക്കേണ്ടത് തൊലാഖ്. പ്രതിഫലം നൽകി തൊലാഖ് വാങ്ങലാണ് ഖുൽ. 4. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഇദ്ദ ഡാഷ് മാസവും 10 ദിവസവുമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 4. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഇദ്ദ 4 മാസവും 10 ദിവസവുമാണ്. 5. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ഇദ്ദയുടെ കാലത്ത് ഡാഷ് എണ്ണത്തേക്കൽ നിഷിദ്ധമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് തലയിൽ. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ഇദ്ദയുടെ കാലത്ത് തലയിൽ എണ്ണത്തേക്കൽ നിഷിദ്ധമാണ്. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നക്തുബു ഫിക്ര, പാരഗ്രാഫ് തയ്യാറാക്കാനുള്ളതാണ്. 1. വിവാഹം. വിവാഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കുക, ഹറാമായ ബന്ധങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ തെറ്റുകളിൽ നിന്ന് അത് തടയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിവാഹ ചെലവിന് കഴിയുന്നവൻ വിവാഹം കഴിക്കട്ടെ. അത് കണ്ണിനും ജനനേന്ദ്രിയത്തിനും തെറ്റുകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. ചിലവ് കൊടുക്കാൻ കഴിയുന്ന വിവാഹത്തിന് താല്പര്യമുള്ള പുരുഷനും ചിലവിന് ആവശ്യമുള്ള വിവാഹത്തിന് താല്പര്യമുള്ള സ്ത്രീക്കും വിവാഹം സുന്നത്താണ്. നിക്കാഹിന് 5 റുക്കുനുകളുണ്ട്. ഭർത്താവ്, ഭാര്യ, രക്ഷിതാവ്, 2 സാക്ഷികൾ, ഈജാബും കബൂലും എന്നിവയാണവ. മകളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ സവ്വജതുക ബിന്തി എന്നതാണ് ഈജാബിൻ്റെ വാചകം. ഖബിൽതു നിക്കാഹഹാ എന്നതാണ് കബൂലിൻ്റെ വാചകം. വിവാഹത്തോടെ ഭാര്യയുടെ ഉമ്മയും മരുമകനും ഭർത്താവിൻ്റെ ഉപ്പയും മരുമകളും മഹ്റമായി തീരും. 2. ത്വലാഖ്. അപ്പം നോക്കൂ, ഒരുമിച്ച് ജീവിക്കൽ പ്രയാസമാണെങ്കിൽ ത്വലാഖ് ചൊല്ലാവുന്നതാണ്. ത്വലാഖ് അല്ലാഹു തആല ഏറ്റവും നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ ത്വലാഖ് സംഭവിക്കും. തമാശയായോ ലഹരിയിലായോ പറഞ്ഞാലും ത്വലാഖാകും. ഹൈലിൻ്റെയും നിഫാസിൻ്റെയും സമയത്തും ഭാര്യാഭർത്തൃ സംസർഗം നടന്ന ശുദ്ധി സമയത്തും ത്വലാഖ് ചൊല്ലൽ ഹറാമാണ്. 3 ത്വലാഖാണുള്ളത്. 1 or 2 ത്വലാഖ് ചൊല്ലിയാൽ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് തിരിച്ചെടുക്കാവുന്നതാണ്. റാജഅതു സൗജത്തി ഇലാ നിക്കാഹി, എൻ്റെ ഭാര്യയെ ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. പുതിയ നിക്കാഹ് ചെയ്യേണ്ടതില്ല. എന്നാൽ ഇദ്ദ കഴിഞ്ഞവളെയും 3 ത്വലാഖ് ചൊല്ലിയവളെയും തിരിച്ചെടുക്കൽ പറ്റില്ല. ഇദ്ദ കഴിഞ്ഞവളെ പുതിയ നിക്കാഹ് ചെയ്യണം. മറ്റൊരാളുടെ നിക്കാഹ് കഴിഞ്ഞ് സംസർഗശേഷം അയാൾ ത്വലാഖ് ചൊല്ലി ഇദ്ദ കഴിഞ്ഞാൽ മാത്രമേ 3 ത്വലാഖ് ചൊല്ലിയവളെ ആദ്യ ഭർത്താവിന് വീണ്ടും നിക്കാഹ് ചെയ്യാൻ പറ്റുകയുള്ളൂ. 3. ഫസ്ഖ്. ചിലവ് കൊടുക്കാൻ കഴിയാത്ത വിധം പാപ്പരായ ഭർത്താവിനെ ഭാര്യയ്ക്ക് ഫസ്ഖ് ചെയ്യാവുന്നതാണ്. വിവാഹ സമയത്ത് നിബന്ധന വെച്ച സൗന്ദര്യം, പ്രായം പോലുള്ള കാര്യങ്ങളിൽ
നിബന്ധനയ്ക്ക് എതിര് സംഭവിക്കുക, ഭ്രാന്ത്, വെള്ളപ്പാണ്ട്, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾ, വിവാഹ സമയത്ത് തന്നെയുള്ള ആളാവുക തുടങ്ങിയവയും ഫസഹിന്റെ കാരണങ്ങളാണ്. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം തഖ്സീസ്. അതിൽ 1-ാമത്തത്, ഈ പാഠത്തിൽ നിന്ന് 6 ചോദ്യങ്ങൾ തയ്യാറാക്കി അവയുടെ ഉത്തരങ്ങൾ എഴുതുക. ഈ പാഠത്തിൽ നിന്ന് 10 ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ കൂട്ടുകാർക്ക് എളുപ്പമുള്ള 6 ചോദ്യങ്ങൾ എഴുതുക, ബാക്കിയുള്ളത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ 1ാമത്തെ ചോദ്യം, നിക്കാഹിന്റെ റുക്കുനുകൾ എത്ര? അവ ഏവ? ഉത്തരം, നിക്കാഹിന്റെ റുക്കുനുകൾ 5 ആണ്. 1 ഭർത്താവ്, 2 ഭാര്യ, 3 രക്ഷിതാവ്, 4 2 സാക്ഷികൾ, 5 ഈജാബും കബൂലും എന്നിവയാണവ. 2 കബൂലിന്റെ വാചകം എഴുതുക. ഉത്തരം, ഖബിൽതു നിക്കാഹഹ. 3 ഈജാബിന്റെ വാചകം എഴുതുക. ഉത്തരം, സവ്വജതുക ബിന്തി. 4 ത്വലാഖ് ചൊല്ലൽ ഹറാമായ സമയം ഏത്? ഉത്തരം, ഹൈലിന്റെയും നിഫാസിന്റെയും സമയത്തും ഭാര്യാഭർത്തൃ സംസർഗം നടന്ന ശുദ്ധി സമയത്തും. 5 എന്താണ് ഖുൽ? ഉത്തരം, പ്രതിഫലം നൽകി ത്വലാഖ് വാങ്ങുന്നതാണ് ഖുൽ. 6 ഭർത്താവുമായി വേർപിരിഞ്ഞ സ്ത്രീയുടെ ഇദ്ദയുടെ കാലം എത്ര? ഉത്തരം, ഹൈലുള്ളവളാണെങ്കിൽ 3 ശുദ്ധിക്കാലവും ഇല്ലാത്തവളാണെങ്കിൽ 3 മാസവും. 7 ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഇദ്ദയുടെ കാലം എത്ര? ഉത്തരം, 4 മാസവും 10 ദിവസവും. 8 വിവാഹം സുന്നത്താണ്. ആർക്ക്? ഉത്തരം, ചെലവ് കൊടുക്കാൻ കഴിയുന്ന വിവാഹത്തിന് താല്പര്യമുള്ള പുരുഷനും ചെലവിന് ആവശ്യമുള്ള വിവാഹത്തിന് താല്പര്യമുള്ള സ്ത്രീക്കും. 9 ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കണം. എങ്ങനെ? ഉത്തരം, പരസ്പരമുള്ള കടമകൾ നിർവഹിച്ച് സ്നേഹത്തോടെയും പൊരുത്തത്തോടെയും. 10 ത്വലാഖിന് ശേഷം ഭാര്യയെ തിരിച്ചെടുക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? ഉത്തരം, റാജഅതു സൗജത്തി ഇലാ നിക്കാഹി. തഖ്സീസിൽ 2ാമത്തത്, ഈ പാഠത്തിലെ അറബി വാക്കുകൾ കണ്ടെത്തി അവയുടെ അർത്ഥം എഴുതുക. അപ്പം നോക്കൂ. 1 സവ്വജതുക ബിന്തി, എൻ്റെ മകളെ നിനക്ക് ഞാൻ ഇണയാക്കി തന്നു. 2 ഖബിൽതു നിക്കാഹഹ, അവളെ നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നത് ഞാൻ സ്വീകരിച്ചു. 3 ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയുകയും നിങ്ങൾക്കിടയിൽ നന്മ വരുത്തുകയും ചെയ്യട്ടെ. 4 റാജഅതു സൗജത്തി ഇലാ നിക്കാഹി, എൻ്റെ ഭാര്യയെ ഞാൻ തിരിച്ചെടുത്തു. 3 നാട്ടിൽ നടക്കുന്ന വിവാഹാഘോഷത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നോക്കൂ, ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പല കല്യാണങ്ങളും വിവാഹദൂർത്തിലേക്കാണ് എത്തിപ്പെടുന്നത്. ഗാനമേളയും വാഹന അകമ്പടിയും വധൂവരന്മാർ അണിയുന്ന വേഷവും വിരുന്ന് സൽക്കാരവുമെല്ലാം ഇപ്പോൾ പ്രകടനമായി മാറുകയാണ്. ഇത് ഒരു സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണിന്ന്. വിവാഹത്തിന് മുമ്പും ശേഷം നടക്കുന്ന ഫോട്ടോഷൂട്ടും പന്തലും സദ്യയും ക്ഷണക്കത്തുമെല്ലാം തന്നെ ആഡംബരത്തിന് ഒട്ടും കുറവില്ലാത്ത രീതിയിൽ തന്നെ നടക്കുന്നു എന്നതാണ് സത്യം. അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ ഓരോരുത്തരും മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. ചിലവുകൾ വെറും പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രമാണ്. സ്ത്രീധനം വാങ്ങാനും കൊടുക്കാനും രക്ഷിതാക്കൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കൂടുതൽ കാണാൻ കഴിയുന്നത്. ഒരു ദിവസത്തെ ലളിതമായ ചടങ്ങായിരുന്ന കല്യാണം ഇന്ന് 1 മാസം വരെ നീളുന്ന ചടങ്ങായി മാറി. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഭേദമില്ലാത്ത കല്യാണ പൊങ്ങച്ചങ്ങൾ അതിരുവിടുന്നു. ചെണ്ടയും മേളവും പൊട്ടിക്കലുമെല്ലാം ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രധാന ആഘോഷം തന്നെയാണ്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.